നമുക്ക് പെട്ടെന്ന് ഒരു നൈറ്റ് ലൈഫ് സ്റ്റോറിയിലേക്ക് പോകണം. അത് മറ്റെവിടത്തെയുമല്ല, കൊച്ചിയിലെ നൈറ്റ് ലൈഫ് പൊളിയാണെന്ന് പറയുമ്പോൾ ഒരു വശത്ത് സജീവമായ അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് നടക്കുമ്പോൾ മറുഭാഗത്ത് ആളൊഴിഞ്ഞൊരു കൊച്ചുകൂടിയുണ്ട്. ആ കാഴ്ച കൂടി കാണണ്ടേ? അതെ, പകൽ നേരങ്ങളിൽ ആളൊഴിയാത്ത ഇടങ്ങളാണ് രാത്രി വിജനമാകുന്നത്. അതേസമയം പുത്തൻ ഹിഡൻ സ്പോട്ടുകളിൽ രാത്രി ജീവിതം വൈബാക്കുകയാണ് യുവതലമുറ. കൊച്ചിയുടെ നൈറ്റ് ലൈഫ് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായക്കടകൾ കൊച്ചിയിൽ പലയിടങ്ങളിലും മുളച്ചു പൊന്തുന്നുണ്ട്. അവിടേക്കെല്ലാം ഒരുപാട് ആളുകളും എത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് ഇടങ്ങളുമുണ്ട് കൊച്ചിയിൽ. അതായത് പകൽ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും രാത്രിയാകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെയുമാകുന്ന ഇടങ്ങൾ. അവിടേക്കാണ് നമ്മൾ ഈ രാത്രി പോകുന്നത്. പാർക്ക് അവന്യൂ റോഡാണിത്. പകൽ നേരങ്ങളിൽ ഇവിടുത്തെ തിരക്ക് കൊച്ചിയിൽ ഒരു തവണയെങ്കിലും വന്നവർക്കറിയാം. 2 പാർക്കുകൾ, കണയന്നൂർ താലൂക്ക് ഓഫീസ്, ജില്ലാ കോടതി സമുച്ചയം, റവന്യൂ ടവർ, മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ 3 കോളേജുകൾ. അങ്ങനെ നീളുന്നു പാർക്ക് അവന്യൂ റോഡിലെ സുപ്രധാന ഇടങ്ങൾ. എന്നാൽ രാത്രി 9 മണിയാകുമ്പോഴേക്ക് മെട്രോ നഗരത്തിലെ പ്രധാന ഇടം വിജനമാകും. നൈറ്റ് ലൈഫ് സോണാക്കാൻ കൊച്ചി കോർപ്പറേഷൻ പദ്ധതിയിട്ട പ്രദേശം കൂടിയായിരുന്നു ഇത്. പദ്ധതി കടലാസിൽ ഒതുങ്ങി. ഇനി കലൂരിലേക്കാണ്. പകലും രാത്രിയും ഒരേ തിരക്കാണ് കലൂരിൽ, പ്രത്യേകിച്ച് സ്റ്റേഡിയം റോഡിൽ. കുടുംബങ്ങളും കമിതാക്കളും സൗഹൃദ കൂട്ടായ്മകളുമൊക്കെ ഒരുപോലെ എത്തുന്ന ഇടം. അവിടെ നിന്ന് ക്യൂൻസ് വാക്ക് വേയിലേക്ക് എത്തിയാൽ പണ്ടത്തെ തിരക്കൊന്നുമില്ല. കുടുംബമായി എത്തുന്നവർ പൊതുവെ കുറഞ്ഞു. പ്രണയം പൂക്കുന്ന രാത്രി നേരങ്ങളാണ് ക്യൂൻസ് വേയുടെ ഇന്നത്തെ സൗന്ദര്യം. കൊച്ചിയിലെ മറ്റ് സ്ഥലങ്ങളിലെയും കാഴ്ചകൾ വ്യത്യസ്തമല്ല. റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ നഗരം നേരത്തെ ഉറങ്ങിയതായി തോന്നും. എന്നാൽ അങ്ങനെയല്ല. ഹിഡൻ സ്പോട്ടുകളിലാണ് കൊച്ചിയുടെ ഇന്നത്തെ നൈറ്റ് ലൈഫ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൊച്ചിയിലെ രാത്രികാല കാഴ്ചകൾ. നൈറ്റ് ലൈഫ് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ കൂടി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിയിലെ പോലീസ്. കൊച്ചി നഗരത്തിൽ നിന്നും നിഖിൽ നെഹ്ലയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24.